ശ്രീ അഖിൽ രവീന്ദ്രൻ, ഇവിടിപ്പോൾ പ്രതിപക്ഷം പ്രധാനമായും ഉയർത്തിയ ചോദ്യം ആരാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നതാണ്. ഇന്ന് പുറത്തിറങ്ങിയ പ്രകടന പത്രികയിലും മോദിയാണ് തിളങ്ങുന്നത്. മോദിയുടേതാണ് വലിയ മുഖചിത്രം. മോദി നയിക്കുന്ന തെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ ആണ് BJP അവിടെ കളത്തിൽ നിറയുന്നത്. പ്രധാനമന്ത്രിയുടെ റാലികളിലെ പ്രസംഗം അതുയർത്തിയിട്ടുള്ള ചലനങ്ങളാണ് ചർച്ചയാകുന്നത്. നിതീഷിന്റെ അവസാന തെരഞ്ഞെടുപ്പ് എന്നതാണ് ഇന്ത്യ മുന്നണി പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. ആരാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന് ചോദിക്കുമ്പോൾ നിതീഷിനെ വെട്ടിക്കൊണ്ട് തന്നെ അവിടെ കളം പിടിക്കാമെന്നതാണോ BJPയുടെ ആത്മവിശ്വാസം? ബീഹാറിലെ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ഭാരതീയ ജനതാ പാർട്ടിക്ക് NDAക്ക് വളരെ ആത്മവിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ് ബീഹാറിലുള്ളത്. നമുക്കറിയാം, ബീഹാറിലെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ജംഗിൾ രാജ് ഭരണം, ജംഗിൾ രാജ് രാഷ്ട്രീയമാണോ അതോ വികസന രാഷ്ട്രീയമാണോ ഇനി തുടരേണ്ടത് എന്നതിനെ സംബന്ധിച്ച് ബീഹാറിലെ ജനങ്ങൾ ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ നരേന്ദ്രമോദി സർക്കാർ കഴിഞ്ഞ 11 വർഷക്കാലമായി ഈ രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ജനകീയ പദ്ധതികളും ജനോപകാരപ്രദമായിട്ടുള്ള പദ്ധതികളും ബീഹാറിലെ ജനങ്ങൾ അനുഭവിച്ചു തുടങ്ങി എന്നുള്ളതാണ് നമുക്ക് മുന്നിൽ കണ്ട് പറയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബീഹാറിലെ രാഷ്ട്രീയത്തെ സംബന്ധിച്ചും ബീഹാറിലെ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചും ഞങ്ങൾ നല്ല ആത്മവിശ്വാസത്തിലാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ വികസന കാര്യങ്ങളിൽ അത്ര ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ ശ്രീ അഖിൽ രവീന്ദ്രൻ, എന്തുകൊണ്ടാണ് 2 വർഷത്തിനകം ബീഹാറിൽ സീതാദേവി ക്ഷേത്രം നിർമ്മിക്കുമെന്ന് അമിത്ഷായ്ക്ക് ഇന്ന് റാലിയിൽ ഉറപ്പ് കൊടുക്കേണ്ടി വരുന്ന, അല്ലെങ്കിൽ അത് പ്രഖ്യാപിക്കേണ്ടി വരുന്ന സാഹചര്യം എന്താണ്? വികസന പ്രവർത്തനങ്ങളിൽ ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ ഞാൻ അതിലേക്ക് വരാം. ഞാൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ. ആ വികസന പ്രവർത്തനങ്ങൾ നരേന്ദ്രമോദി സർക്കാർ, കേന്ദ്ര സർക്കാർ ചെയ്തിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ അനുഭവിച്ചു തുടങ്ങിയിട്ടുള്ള ബീഹാർ ജനത കേന്ദ്ര സർക്കാരിനും NDAക്കും ഒപ്പമാണ് എന്നുള്ളതാണ് ഞങ്ങളുടെ വിലയിരുത്തലും. അതനുസരിച്ചുള്ള രാഷ്ട്രീയ നീക്കങ്ങളുമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എല്ലാ വിഭാഗം ജനങ്ങളെയും ചേർത്ത് പിടിക്കണം. വിശ്വാസികളുണ്ട്, അവരുടെ ആചാരങ്ങളും അവരുടെ വിശ്വാസങ്ങളെയും ഒക്കെ തന്നെ സംരക്ഷിക്കുകയും അതോടൊപ്പം തന്നെ അവർക്ക് ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു സർക്കാർ സംവിധാനമായി ഈ ബീഹാറിൽ മാറണം. ജംഗിൾ രാജ് ഭരണത്തിൽ നിന്നും അല്ലെങ്കിൽ ജംഗിൾ രാജ് ക്രിമിനൽ രാഷ്ട്രീയത്തിൽ നിന്നും ക്രിമിനൽ വൽക്കരണത്തിൽ നിന്നും മാറിക്കൊണ്ട് ഒരു വികസിത രാഷ്ട്രത്തിലേക്കും വികസിത സംസ്ഥാനത്തേക്കും ബീഹാർ മാറുമ്പോൾ അത് ഉൾക്കൊള്ളുകയും അത് സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു ജനം ബീഹാറിലുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ നല്ല ആത്മവിശ്വാസത്തിലാണ്. ഇന്ത്യ മുന്നണി കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ, കഴിഞ്ഞ മാസങ്ങളിൽ നമ്മൾ കണ്ടു, ആ സീറ്റ് വിഭജനത്തിൽ പോലും അവര് എങ്ങനെയാണ് നിലനിന്നത്, അവരെങ്ങനെയാണ് ആ സീറ്റ് വിഭജനത്തിൽ പോലും മാറി നിന്നുകൊണ്ട് അവർക്ക് ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു പ്രതിസന്ധി ഈ ബീഹാറിൽ നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരു പ്രതിസന്ധിയുമില്ല. കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്ന, കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെക്കുന്ന വികസിത രാഷ്ട്രം എന്ന, വികസിത ഭാരതം എന്ന, വികസിത ബീഹാർ എന്ന ആ ആശയത്തിനൊപ്പം ബീഹാറിലെ ജനങ്ങൾ നിൽക്കൊണ്ട് അതനുസരിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകും. രാഷ്ട്രീയമായി ഞങ്ങൾ വളരെ ഉറച്ച വിശ്വാസത്തിലാണ്. ബീഹാറിലെ ഭരണം NDAക്കൊപ്പമാണ്. ഇരു മുന്നണികളും, അതായത് ഇന്ത്യ മുന്നണി, ആ മുന്നണി പരാജയത്തിന്റെ രീതിയിലാണ്. അതൊരു അമിത ആത്മവിശ്വാസമാകുമോ എന്നൊരു ചോദ്യമാണ് ശ്രീ അഖിൽ രവീന്ദ്രൻ എനിക്ക് താങ്കളോട് ചോദിക്കാനുള്ളത്. നോക്കൂ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 400+ എന്നുള്ളതായിരുന്നു പ്രഖ്യാപിത ലക്ഷ്യം. പക്ഷേ ഫലം വന്നപ്പോൾ എന്തായി എന്നത് കണ്ടതാണല്ലോ. പിന്നീട് നിതീഷ് കുമാർ ഉൾപ്പെടെയുള്ളവരുടെ സഹായത്തോടു കൂടിയാണ് ഇപ്പോൾ കേന്ദ്ര ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒറ്റയ്ക്ക് കേവലം ഭൂരിപക്ഷം എന്നതായിരുന്നു പ്രതീക്ഷ, അതായിരുന്നു പ്രചരണം. ശ്രീ അഖിൽ, കേൾക്കാമോ എന്നെ? ആ പ്രചരണങ്ങൾ ഏറ്റെടുത്ത സംസ്ഥാനങ്ങളുണ്ട് ഈ രാജ്യത്ത്. ശ്രീ അഖിൽ, കേൾക്കാമോ? ഞാൻ പറയുന്നത് കേൾക്കാമോ? ഡബിൾ എഞ്ചിൻ സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകുന്ന രാഷ്ട്രീയവും ആ ഡബിൾ എഞ്ചിൻ സർക്കാരിൽ നിന്നുകൊണ്ട് വികസനം മുന്നോട്ട് കൊണ്ടുപോകുന്ന സംസ്ഥാനങ്ങളുമുണ്ട്. ആ ജനങ്ങൾ അത് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ നോക്കൂ, ഇവിടെ 28 ലക്ഷത്തിലധികം തൊഴിൽ 4.5 വർഷക്കാലം കൊണ്ട് ബീഹാറിൽ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. നഗര വികസനവും അതോടൊപ്പം തന്നെ സ്ത്രീകളുടെ ഉന്നമനവും വിദ്യാർത്ഥികൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നൽകിയിട്ടുള്ള ആ പദ്ധതികളും ആ സർക്കാർ നൽകിയിരിക്കുന്ന, കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്ന തുകകളും ഒക്കെ നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കുക. ബീഹാറിനെ ചേർത്ത് വെക്കുന്ന ഒരു സർക്കാരാണ് കേന്ദ്ര സർക്കാർ. ആ സർക്കാരിന് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബീഹാറിലെ ജനങ്ങൾ തയ്യാറാണ്. ഇന്ത്യ മുന്നണി കൊണ്ടുവരുന്ന ഈ നെറുകെട്ട രാഷ്ട്രീയം, അവിടെ ലാലു പ്രസാദ് യാദവിന്റെ നേതൃത്വം നടക്കുന്ന
ശരി അഖില്, താങ്കൾ പറഞ്ഞത് ഞാൻ കേട്ടു. വലിയ ആത്മവിശ്വാസം ബി.ജെ.പിയെ സംബന്ധിച്ച് ബീഹാർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ട്. അത് വ്യക്തമാണ്. അത് വ്യക്തമാണ്. അത് അവിടുത്തെ പ്രചരണ രംഗത്ത് ഇപ്പോൾ സ്വീകരിക്കുന്ന നടപടികളിലൊക്കെ ആത്മവിശ്വാസം പ്രകടമാണ്. ഞാൻ ചോദിക്കുന്നത് അതൊരു അമിത ആത്മവിശ്വാസമാകുമോ എന്നതാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതല്ലേ, ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം എന്ന് പറഞ്ഞുകൊണ്ടാണ് 400+ പറഞ്ഞുകൊണ്ടായിരുന്നു തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ഒന്നാം ഘട്ടം കഴിയുമ്പോഴാണ് എന്താണ് ഗ്രൗണ്ട് റിയാലിറ്റി എന്ന കാര്യം ബോധ്യപ്പെട്ടത്. പിന്നീട് കളം മാറ്റിയല്ലോ. അതുപോലെ ഒരു സാഹചര്യം ഉണ്ടാകില്ല എന്ന് ഉറപ്പുണ്ടോ? ഇവിടെ ഇപ്പോൾ SIR ഒക്കെ നടപ്പാക്കി പരമാവധി വേണ്ടുന്ന ഗ്രൗണ്ട് ഒരുക്കിയിട്ടുണ്ട് എന്നതിനപ്പുറം ഈ അമിത ആത്മവിശ്വാസം നിതീഷ് കുമാറിനെ മാറ്റി നിർത്തി അല്ലെങ്കിൽ അങ്ങനെ ഉയർത്തിക്കാട്ടാതെ അങ്ങനെ ഒരു സൂചന പോലും നൽകാതെ മുന്നോട്ട് പോകുമ്പോൾ അതൊരു അമിത ആത്മവിശ്വാസമാകുമോ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേത് എന്നതാണ് എന്റെ ചോദ്യം. ജനങ്ങൾക്ക് ആത്മവിശ്വാസം കൊടുക്കുന്ന ഒരു സർക്കാരാണ് കേന്ദ്രം ഭരിക്കുന്നത്. ആ ആത്മവിശ്വാസം കൊടുക്കുക എന്ന് പറയുന്നത് കേവലം പ്രസംഗങ്ങളിലൂടെയോ അല്ലെങ്കിൽ വാഗ്ദാനങ്ങളിലൂടെയല്ല. പ്രഖ്യാപിക്കുന്ന പദ്ധതികൾ അത് നടപ്പിലാക്കിക്കൊണ്ട് ജനങ്ങൾക്ക് അത് അനുഭവിക്കണം. ജനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ നൽകുന്ന പദ്ധതികളുടെ ഗുണങ്ങൾ ലഭിക്കണം. അത് ജനങ്ങളുടെ വീടുകളിലേക്കും അവന്റെ തൊഴിലിടങ്ങളിലേക്കും അവന്റെ വിദ്യാലയങ്ങളിലേക്കും അവന്റെ ജീവിത നിലവാരങ്ങളിലേക്കും എത്തുമ്പോഴാണ് ഒരു സർക്കാരിന്റെ പ്രതിബദ്ധത എന്ന് പറയുന്നത്. ആ പ്രതിബദ്ധത കഴിഞ്ഞ 11 വർഷക്കാലമായി കൃത്യമായി നടപ്പിലാക്കുന്ന ഒരു കേന്ദ്ര സർക്കാരാണ് ഈ രാജ്യം ഭരിക്കുന്നത്. ആ രാജ്യം ഭരിക്കുന്ന കേന്ദ്ര സർക്കാരിനെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ബീഹാറിലെ ജനങ്ങൾ കാണുന്നത്. അവരുടെ ആവശ്യത്തിന് അവരുടെ ആത്മവിശ്വാസത്തിന് ഒപ്പം നിൽക്കുന്ന ഒരു സർക്കാരാണ് ഈ കേന്ദ്ര സർക്കാരും. ബീഹാറിലെ ജനങ്ങൾ അത് ഏറ്റെടുക്കുമെന്ന് ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ശരി, ആത്മവിശ്വാസം എന്ന് പറയുന്നത് അമിത ആത്മവിശ്വാസമാണോ എന്നതായിരുന്നു എന്റെ ചോദ്യം. താങ്കൾ അത് ഉൾക്കൊണ്ടില്ല, അതിൽ മറുപടിയും ഉണ്ടായിട്ടില്ല. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ MS വേണുഗോപാൽ, നോക്കൂ, ഇവിടെ ഇപ്പോൾ 2 പ്രകടന പത്രികകൾ നമുക്ക് മുന്നിലുണ്ട്. വളരെ നേരത്തെ തന്നെ ബീഹാർ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ NDA തുടങ്ങിയിരുന്നു. കേന്ദ്രത്തിലെ ഭരണം പരമാവധി അതിൻ്റെ ഗുണഫലങ്ങൾ പ്രയോജനപ്പെടുത്താൻ ബീഹാറിനെ സംബന്ധിച്ച് ശ്രമങ്ങൾ ഉണ്ടായതാണ്. ബീഹാർ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനങ്ങൾ നമ്മൾ മാസങ്ങൾക്ക് മുൻപേ കണ്ടു തുടങ്ങിയതാണ്. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ച വലിയ ആത്മവിശ്വാസം NDA ക്യാമ്പിന് നൽകുന്നുണ്ട്. ഒപ്പം ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് അവർക്ക് ആത്മവിശ്വാസം ഈ 20 വർഷം നീണ്ട ഭരണം, അതിൻ്റെ ഭരണവിരുദ്ധ വികാരം അവിടെ പ്രകടമാകും എന്നതാണ്. അതിനപ്പുറം തേജസ്വിയിൽ വിശ്വാസം അർപ്പിച്ച് യുവാക്കളെ ഒപ്പം നിർത്താം എന്ന പ്രതീക്ഷ ഒക്കെ ഉണ്ട് എങ്കിൽ പോലും സീറ്റ് വിഭജന കാര്യത്തിൽ പണി പാളിയിട്ടുണ്ട്. 11 സീറ്റുകളിൽ നേരിട്ട് മത്സരത്തിന്റെ സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പ്രകടന പത്രികകൾ വരുന്നു. ഇപ്പോൾ 6 ദിവസം മാത്രം അവശേഷിക്കുന്ന ഒരു ഘട്ടത്തിൽ അവിടെ കളത്തിൽ മുൻതൂക്കം ആർക്ക് എന്നതാണ് താങ്കളുടെ നിരീക്ഷണം? ഇപ്പോൾ പ്രവചനാതീതം എന്ന് പറയാം. കാരണം ഒരു 1-2% ഒരു വ്യത്യാസത്തിലാണ് ഇപ്പോഴത്തെ ഫൈറ്റ് നടക്കുന്നത്. പക്ഷേ പല ഇതിനു മുമ്പ് നടന്ന പല സർവേകളും പറയുന്നത് BJPക്ക് അല്ലെങ്കിൽ NDA മുന്നണിക്ക് ശക്തമായ മുൻതൂക്കം അവിടെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അതിനുശേഷം തേജസ്വി വളരെ ശക്തമായി പ്രചരണത്തിന് ഇറങ്ങിയിട്ടുണ്ട്. എങ്കിലും അത് മുകൾ തട്ടിൽ മാത്രം നിൽക്കുന്നു എന്നൊരു പരാതിയുണ്ട്. കാരണം താഴത്തെ തട്ടിൽ ഇപ്പോഴും ഒരു ഐക്യത്തിലെത്താൻ അവർക്ക് പലർക്കും കഴിഞ്ഞിട്ടില്ല. കാരണം സീറ്റ് വിഭജനത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പരസ്പരം താങ്കൾ ഇപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ 243-ൽ 255 സീറ്റിൽ വരെ ആളുകൾ പരസ്പരം പോരാടുന്ന ഒരു കാര്യവും കൂടെ അവിടെ നിൽക്കുകയാണ്. അപ്പൊ സ്ഥാനാർത്ഥികൾ മഹാഗഠബന്ധന് കൂടുതലാണ്. അപ്പൊ അത് ഏതൊക്കെ മണ്ഡലത്തിൽ എങ്ങനെയൊക്കെ പ്രതിഫലിക്കുമെന്നുള്ളതുണ്ട്. അതുപോലെ തന്നെ ജൻസ്വരാജ് പാർട്ടിയുടെ ഏതാണ്ട് അവരെത്ര ശതമാനം വോട്ട് പിടിക്കുമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൽ അവര് ആന്റി ഇൻകംബൻസി പറഞ്ഞുകൊണ്ടൊക്കെയാണ് വോട്ട് പിടിക്കുന്നത്. അപ്പൊ അത് പൂർണ്ണമായും BJP പാളയത്തിൽ നിന്ന് പോകാനുള്ള സാധ്യത കുറവാണെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള പുതിയ ഘടകങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് 100% നമുക്ക് ആരുടേതാണെന്ന് പറയാൻ കഴിയില്ലെങ്കിലും NDAക്ക് മുൻതൂക്കമുണ്ട് എന്നുള്ളതാണ് പൊതുവെ അവിടെ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇതിനോടൊപ്പം ഇപ്പോ ഏതാണ്ട് 19% വരുന്ന, ഇപ്പൊ പുതിയ സെൻസസ് വന്നിട്ടില്ല, പുതിയ സെൻസസിലൂടെ ഒരു ഊഹം വെച്ചിട്ട് കണക്കാക്കുന്നത് ഒരു 19% മുസ്ലിങ്ങൾ ഉണ്ടെന്നാണ്. അപ്പൊ ഏതാണ്ട് ഒരു 2 കോടി അടുപ്പിച്ച് മുസ്ലിങ്ങളുടെ വോട്ട് അവിടെ നിർണായക ഘടകമാണ്. 2 കോടി വോട്ട് വരില്ല, 2 കോടിയോളം ജനങ്ങൾ. അപ്പൊ അതിലൊരു 70-75% പോൾ ചെയ്താൽ പോലും അതൊരു ലാർജ് നമ്പറാണ്. കാരണം 7,47,00,000 ജനങ്ങളുള്ളിടത്ത് 2 കോടിയോട് അടുപ്പിച്ച് വരുന്ന വോട്ടെന്ന് പറയുന്നത് വളരെ നിർണായകമാണ്. അത് പൂർണ്ണമായും തന്റെ പെട്ടിയിൽ വീഴിക്കുക എന്നുള്ളതാണ് നിതീഷിന്റെയും
തേജസ്വിയുടെയും ലക്ഷ്യം. അതുകൊണ്ടാണ് തേജസ്വി പറഞ്ഞത് വഖഫ് നിയമം ഇവിടെ നടപ്പിലാക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്നുള്ളത്. നടക്കാത്തൊരു കാര്യമാണ്. ഇന്ത്യ ഗവൺമെന്റ് നടപ്പിലാക്കുന്ന ഏത് നിയമവും എല്ലാ സംസ്ഥാനങ്ങളിലെയും